ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രമേഷ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പാലക്കാട് ജില്ലയിലെ ക്ലാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു കുഞ്ഞ് ഫുഡ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, ഓലമേഞ്ഞ ഷെഡിൽ നാടൻ ഭക്ഷണം വിളമ്പുന്ന ഒരു കുഞ്ഞു കടയിലെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഈ ഓലമേഞ്ഞ കുഞ്ഞു കടയിൽ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നത് കൊണ്ട് തന്നെ കടയുടെ ഉൾവശം മൊത്തം ഒരു പുകമയമായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വീഡിയോയിൽ മൊത്തം ഒരു ഇരുട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. മുന്നില് ഒന്ന് മാറാം. ഫ്രണ്ട്സ്, നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഇലയിട്ട് ചോറ് കഴിക്കാനായിട്ട് ഇരുന്നുണ്ട്. ചോറും മീൻകറിയും മുരിങ്ങയില തോരനും വാഴയ്ക്കുപ്പേരിയും അച്ചാറും പപ്പടവും കൊണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചോറിൻ്റെ ഒപ്പം ആ മീൻകറിയും മുരിങ്ങയിലയും കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുരിങ്ങയിലൊക്കെ നമുക്ക് പാകം ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ്, മുരിങ്ങയില തോരനിൽ കൂടുതലായിട്ട് ചേരുവ ചേർത്തിരിക്കുന്നത് വലിയുള്ളിയാണ് ആണെന്നാണ് ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, കുറച്ച് മുരിങ്ങയില തോരനും കുറച്ച് വാഴയ്ക്കുപ്പേരിയും കുറച്ച് അച്ചാറും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് ഞാൻ അടിപൊളിയായിരുന്നു കഴിക്കാനായിട്ട്. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ മുരിങ്ങയിലയുടെ ആ നല്ലൊരു ടേസ്റ്റും കൂടെ തന്നെ വാഴയ്ക്കുപ്പേരിയുടെ അതിൽ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വാഴയ്ക്കുപ്പേരിയിൽ അവർ. അപ്പോൾ മാങ്ങയുടെ അച്ചാറും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഫ്രണ്ട്സ്, വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബാക്കി ഭാഗമൊന്ന് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് വാങ്ങിച്ച് അതിനോടൊപ്പം തന്നെ കുറച്ച് മോരും മുരിങ്ങാത്തോരനും വാഴയ്ക്കുപ്പേരിയും അച്ചാറും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ടോ, ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയാറായി. നമുക്ക് ബാക്കി വിശേഷം ആ കടയിൽ ചേച്ചിയോട് ചോദിച്ചറിയാം. സുകുമാരൻ, കട തുടങ്ങിയിട്ട് നിങ്ങൾ 8 വർഷമായില്ലേ? ഇവിടെ എന്തൊക്കെ കഴിക്കാനുള്ളത്?
കഴിക്കാൻ ദോശ, റോസ്റ്റ്, ഊത്തപ്പം, പൊറോട്ട, ചപ്പാത്തി, ഇഡ്ഡലി, ഇടിയപ്പം. കാലത്ത് എത്ര മണിക്ക് തുറക്കും? 4 മണിക്ക് 3:30, 3:45. എത്ര മണി വരെ ഉണ്ടാവും വൈകിട്ട്? വൈകുന്നേരം 5:30, 6 മണി വരെ. 6 മണി വരെ. 5:30 വരെ. വൈകിട്ട് എന്തൊക്കെയാണ് മെയിനായിട്ടുള്ളത്? വൈകുന്നേരത്തേക്ക് തന്നെ ചോറ് കഴിഞ്ഞ് ചോറ്, പൊറോട്ട, ബീഫ്, മുട്ടക്കറി, കടലക്കറി, പിന്നെ അങ്ങനെ അത് രാവിലെ തന്നെ തുടങ്ങും. 9 മണി മുതൽ പിന്നെ വൈകുന്നേരം വരെ അടക്കും. ഉച്ചയ്ക്ക് ചോറ്. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ചിഹ്നം കൊണ്ട് അമർത്താൻ ഞാനിടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും